ഹല്ല അങ്ങനെ ഫൈനലി ഒരു പ്രതീക്ഷയില്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് വന്ന് ഒരു ഹൈപ്പും ഇല്ലാതെ തിയേറ്ററിൽ വരെയും അപ്രാവശ്യം തിയേറ്ററിനൊക്കെ അടിച്ച് തരിപ്പണമാക്കിയ വളരെ വലിയ ഹിറ്റ് ആവുകയും ചെയ്തിട്ടുള്ള സിനിമയാണ് നിവിൻ പോളി നായകനായിട്ട് വന്നിട്ടുള്ള ആക്ഷൻ ഹീറോ ബിജു. അതുവരെ കണ്ട ഒരു സ്റ്റേഷനും ഒരു പോലീസ് സ്റ്റോറിയും ഒക്കെ വ്യത്യസ്തമായി വളരെ റിയലിസ്റ്റിക് ആയി ഒരു പോലീസ് സ്റ്റേഷനിൽ എന്തൊക്കെ നടക്കും എന്നുള്ള തമാശയും സീരിയസും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്ത് ബിജു അഴിഞ്ഞാടിയ ആറാടിയ പടമായിരുന്നു ആക്ഷൻ ഹീറോ ബിജു. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരും 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 എന്ന് പറയല്ലാതെ പല തവണയായിട്ട് നമ്മൾ ഇതിന്റെ എന്താ പറയാ ഈ സിനിമയിലെ പല ഡയലോഗുകളും ട്രോളിലടക്കം ഉപയോഗിക്കുകയും അതിൽ നിവിൻപോളിന്റെ ചെറിയ ചെറിയ ഒരു ചെറിയ എക്സ്പ്രഷൻസ് പോലും വളരെ വലിയ രീതിയിൽ ആഘോഷമാക്കിയിട്ട് അത്രയും ഭയങ്കരമായിട്ടുള്ള അഭിനയമായിരുന്നു. അതിലെ പാട്ടുകൾ പോലും അടിപൊളിയായിരുന്നു. പ്രണയം നല്ല രസമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുള്ള ഒരു സിനിമയായിരുന്നു. മാത്രമല്ല പല ആളുകളുടെയും പല ഇമോഷൻസും പല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം എന്താ പറയാ പറ്റിക്കലാണെങ്കിലും ഇങ്ങനൊന്നും പറയരുതെന്ന് പറയണം സാറേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുരാജേട്ടൻ ആദ്യമായിട്ട് കരയിപ്പിച്ച സംഭവം അതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വളരെയധികം ശ്രദ്ധ നേടിയ സീനും കൂടിയായിരുന്നു. അങ്ങനെ പലതും ഉണ്ട് ആ സിനിമയെ കുറിച്ച് ആലോചിച്ചാൽ പലതും ഉണ്ട്. അങ്ങനെ 8 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോ ഒഫീഷ്യലി ആക്ഷൻ ഹീറോ ബിജുയുടെ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് നിവിൻ പോളി തന്നെ. ഇതാണ് പോസ്റ്റർ. ഒരു കോമിക് ബുക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. ഒരു പുസ്തകം ഇങ്ങനെ ആ വയറ് ചുറ്റിയിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, എന്തോ പറയൂടെ, അങ്ങനെ ഒരു പുസ്തകം ഒരു ടേബിളിൽ കിടക്കാനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആക്ഷൻ ഹീറോ ബിജു ആയിട്ട് പുള്ളിക്കാരൻ തോക്ക കയ്യിൽ വേണ്ടി കണ്ണാടിയൊക്കെ വെച്ച ഒരു ഓട്ടം അങ്ങനെ വരുന്നൊരു സാധനം. ആൻഡ് ആക്ഷൻ ഹീറോ ബിജു 2 എന്ന് എഴുതിയിട്ടുണ്ട് അതിന്റെ നെക്സ്റ്റ് പേജിൽ എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് റൈഡ് കണ്ടിന്യൂസ്. സോ ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. ത്രില്ലിംഗ് ടു അൺവെയിൽ ദ സെക്കൻഡ് പാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. എന്തായാലും ജസ്റ്റ് ഈ പോസ്റ്റർ കാണുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ ഒരു കോമിക് ഫീൽ ഉണ്ട്. അതായത് ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് കോമിക് എന്നല്ല ഉദ്ദേശിക്കുന്നത്. പലതരം സാധനങ്ങളാണല്ലോ, പല ആളുകളുടെ കഥകൾ അതിലേക്ക് ബിജു എങ്ങനെ എന്ത് പറയുന്നു ഇൻവോൾവ് ആവുന്നു, അയാൾ എങ്ങനെ പരിഹരിക്കുന്നു, എന്തിന് ചൊറിന് സാറേ എന്ന് പറഞ്ഞിട്ട് ആ ചൊറിയൻ, അതായത് ആ മറ്റേ കൊട്ടിക്കൊണ്ടുള്ള പാട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, പാട്ട് ഏതായിരുന്നു, അതൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. സോ ആ സമയത്ത് ഭയങ്കര ചർച്ചയായ കാര്യമാണ്. പിന്നെ 2 ചേച്ചിമാർ വന്നിട്ട് കുളിക്കുമ്പോൾ നോക്കുന്നു പറഞ്ഞപ്പോ കാണാൻ കൊള്ളുമെങ്കിൽ ആ സാധനം. അതേപോലെ എന്റെ കൈ കിട്ടി ഞാൻ അടിക്കും ആ സംഭവം. അങ്ങനെ ഒരുപാടുണ്ട്, പറയുകയാണെങ്കിൽ കുറെ ഡയലോഗുകളുണ്ട്. എന്തായാലും ഇതിന് താഴെ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഇതിന് താഴെ കുറെ നല്ല രസമുള്ള കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ട്. അതിലൊന്ന് ഇതാണ്: എന്റെ സ്റ്റേഷൻ പരിധിയിൽ ഒരു ഗുണ്ട മതി. ഇത് നമ്മുടെ നിവിൻ പോളി പറഞ്ഞിട്ടുള്ള സംഭവമായിരുന്നു. അതൊക്കെ കയ്യട്ടി എന്നൊക്കെ പറഞ്ഞാൽ തിയേറ്ററിൽ പോയി കണ്ട സമയത്ത് കിട്ടിയൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. ഒരു പ്രതീക്ഷയില്ലാതെ കണ്ട സിനിമകൾ ഭയങ്കര ഹിറ്റ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ത്രില്ലിംഗ് ഒരു ഫീൽ ഉണ്ടല്ലോ, അതായിരുന്നു ആ സമയത്ത് ഈ ഡയലോഗൊക്കെ ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞാൽ ബിജു പൗലോസ് ചാർജ് എടുക്കുന്നു, അത് തീ. പിന്നെ വോ 1 2 3 4 5 തീ. ബിജു പൗലോസ് ഈസ് ബാക്ക്. 2 തീ, ഒരു ഇടി. തിയേറ്ററിൽ പോയി കണ്ട ഫസ്റ്റ് നിവിൻ പോളി മൂവി. ഓഹോ, ഇനിയാണ് പഴയ നിവിൻ പോളിയുടെ തിരിച്ചുവരവ്. സോ ഇത്തരത്തിലുള്ള കുറെ ഡയലോഗുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ള മുഴുവൻ. ഇനിയാണ് പഴയ നിവിൻ പോളിയുടെ തിരിച്ചുവരവ് എന്നാണ് പറയുന്നത്. മേ ബി ആവാൻ സാധ്യതയുണ്ട്. കാരണം നിവിൻ പോളി തടി കുറക്കുന്നു എന്നും തടി കുറച്ച് ഭയങ്കര സെറ്റായിട്ട് വരും എന്നും, അതുപോലെ 7 മലൈ 7 കടൽ 7 കടൽ 7 മലൈ ഇതിലേതോ ഒന്ന്, അപ്പൊ ആ സിനിമയ്ക്ക് വേണ്ടിയാണ് ഈ തടി കൂട്ടിയെന്നൊക്കെ രീതിയിൽ പലതരത്തിലുള്ള സംസാരങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ആക്ഷൻ ഹീറോ ബിജു ആയിട്ട് പുള്ളിക്കാരൻ വരുമ്പോൾ എന്തായാലും തടി കുറച്ച് വരണം എന്നാണ് ആഗ്രഹം. വരുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഉള്ള തടിയിലല്ലാതെ ആ പഴയ നിവിൻ പോളിന്റെ ഒരു ആ ക്യൂട്ട്നെസ്സും അഭിനയും എക്സ്പ്രഷൻസും ഒക്കെ പുള്ളിക്കാരൻ്റെ ഇപ്പോഴും ഉണ്ട്. എന്നാലും ആ ഒരു ബോഡിയിലൂടെ മാറ്റം വന്നിരുന്നെങ്കിൽ രസമായേനെ. അത് പുള്ളിക്കാരൻ തടി വെക്കണോ വെക്കണമെന്നുള്ള പുള്ളിക്കാരൻ്റെ ഇഷ്ടം, അതിലൊന്നും നമ്മൾ പറയുന്നില്ല. ഒരു ആഗ്രഹം പറഞ്ഞു എന്നുള്ള ഒരു കഥാപാത്രമായിട്ട് വരുമ്പോൾ കുറച്ച് തടി കുറഞ്ഞിട്ട് ആ ഒരു പഴയ ഒരു ബിജു ആയിട്ട് തന്നെ വരികയാണെങ്കിലായിരിക്കും രസം. പിന്നെ ചിലത് പറഞ്ഞിട്ടുണ്ട് ഇനി ബിജു അല്ല ബിജു എന്ന് പറഞ്ഞിട്ട് സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ട്. അപ്പോ അതൊന്നും നമുക്കറിയില്ല. എന്തായാലും ആക്ഷൻ ബിജുവിന്റെ ഒരു എന്താ പറയാ അത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ കാണാൻ ഭയങ്കര രസമാണ്. ആ സിനിമന്റെ ഒരു ഭയങ്കര നാച്ചുറൽ ആയിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണല്ലോ കാണിച്ചിട്ടുള്ളത്. അതായത് അവിടെ നടക്കുന്ന കോൺസ്റ്റബിൾ അല്ലേ മിനി, മിനിയൊക്കെ ഇത് ഇനി അഭിനയിക്കാറില്ല കേട്ടോ, അഭിനയിക്കായിരിക്കും. പുള്ളിക്കാരുടെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് കാണാൻ രസമുണ്ട്. കാരണം നമ്മുടെ എന്താ പറയാ ജോർജ് ഒക്കെ, പുള്ളിക്കാരന്റെ ശരിക്കുള്ള പേരെന്തായിരുന്നു, അയ്യോ കിട്ടുന്നില്ല, എന്തായാലും മെയിനി, അയ്യോ ജോർജ് ജോർജ്, ഓക്കെ. അപ്പോ ജോർജ് ജോർജിന്റെ ഒക്കെ ആ കഥാപാത്രം എന്ത് രസമായിരുന്നു. ആ മിനിന്റെ ചിരിയും, സാറിന്റെ പേര് മിനി എന്നാണാ എന്ന് വെച്ചിട്ട് ആ ചേച്ചി ഇരിക്കണതും. അപ്പൊ ഇപ്പൊ ഭയങ്കര ധൈര്യമായല്ലോ, പേടിയൊന്നുമില്ലേ, പേടി മുഴുവനായിട്ട് പോയെന്നൊക്കെ ചോദിക്കുന്ന സാധനങ്ങളും ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു. വളരെ എന്താ പറയാ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ ശരിക്കും നമ്മളിപ്പോ സ്റ്റേഷന്റെ പുറകിലൊക്കെ എഴുതി വെക്കാറുണ്ടല്ലോ, എന്താ ജനങ്ങളുമായിട്ട് അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ,
അങ്ങനത്തെ ഒരു സ്റ്റേഷൻ, അതിലെ SI, അവരുടെ കോൺസ്റ്റബിള്, അവരുടെ പ്രശ്നങ്ങള്, അവരുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ സംഭവങ്ങള്. അതിൻ്റെ ഇടയിൽ ആ ചേച്ചി, ആ തമിഴിൽ നമ്മുടെ ആ നടി ഉണ്ടല്ലോ, പുള്ളിക്കാരി ആ സംഭവം കട്ടെടുത്തിട്ടുള്ള വീട്ടിൽ പോയിട്ടുള്ള സംഭവം, അവിടെ ആ കുട്ടീന്റെ അത് ഭയങ്കര രസമായിട്ട് ആ ഇമോഷനൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ പോസിറ്റീവ്സ് മാത്രമേ പറയാനുള്ളൂ, നെഗറ്റീവ്സ് ആയിട്ട് ഒന്നും പറയാനില്ല. ആ പട്ടിനെ വിട്ട് കടിപ്പിക്കുമ്പോൾ വീണ്ടും വണ്ടി കയറ്റി കൊണ്ടുപോകുന്നതും, ഒരു SI വിചാരിച്ചിട്ട് എന്ത് നടക്കുന്നു കാണിച്ചു കൊടുക്കുന്നതും, നല്ല സിമ്പിൾ സംഭവം. അവിടെ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നുന്നു നിവിൻ പോളി ന്റെ ഒരു കഥാപാത്രം, ഇപ്പൊ കുറെ സംഭവങ്ങൾ ഉണ്ടെങ്കിലും കുറച്ച് മെച്ചുവേർഡ് ആണ്, എന്നാൽ വളരെ രസകരമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ ആഴ്ന്നിറങ്ങി ചെന്നൊരു കഥാപാത്രമാണ് ബിജു. സോ ആക്ഷൻ ഹീറോ ബിജു 2 വരുമ്പോൾ വളരെ വലിയ പ്രതീക്ഷകളാണുള്ളത്. ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഏറിയൽ കുറെ കാലങ്ങളായിട്ട് സെക്കൻഡ് പാർട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് പല ആഗ്രഹങ്ങളും പറയുന്നുണ്ടെങ്കിലും മേ ബി നിവിൻ പോളിയുടെ ബാക്ക് ഈസ് കമ്മിങ് ബാക്ക് എന്ന് നമുക്ക് പറയുന്നു, അല്ലെങ്കിൽ കം ബാക്ക് ഈ സിനിമയിൽ നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും മലയാളി ഫ്രം ഇന്ത്യയിൽ നിവിൻ പോളിയുടെ ബാക്ക് കാണിച്ചു വന്ന് ഹീസ് ബാക്ക് എന്ന് പറഞ്ഞ് നമ്മളെ ഡിജോ ഊക്കിയെങ്കിലും ഈ സിനിമയിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം അങ്ങനെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ആ സിനിമയിലും വരട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ആൻഡ് ഐ എം റിയലി ഹാപ്പി. ഈ ഒരു സംഭവം കേട്ടതിൽ സന്തോഷമുണ്ട്. അത്തരത്തിലുള്ള സിനിമ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം അത്തരത്തിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമ വളരെ കുറവാണ് ഇപ്പോൾ മലയാളത്തിൽ, നല്ല ഏത് ഭാഷയിലും. സോ മലയാളത്തിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ അതൊരു വേറെ ഫീൽ തന്നെ ആയിരിക്കും. സോ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാണാം.